വെൽക്കം ടു വിൻഡോ വെച്ചു. ഞാൻ രഘുനന്ദൻ എം വി. കേരള PSCയുടെ 2024 LDC തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് 7 ക്വസ്റ്റ്യനാണ്. 5 ക്വസ്റ്റ്യൻ ജനറൽ നോളേജിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നും. ഇതിലെ 100 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിലെ ഭാഗം അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കിയാലാണോ SCERT ബുക്ക് നോക്കിയാലാണോ പെട്ടെന്ന് കിട്ടുക എന്നുള്ള ഭാഗം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിതൊരു ക്വിക്ക് റിവിഷനാണ്. പഠിക്കാത്ത ഭാഗങ്ങൾ വേഗം ഉറപ്പിക്കലാണ്. ഈ വരാൻ പോകുന്ന LDC എക്സാമുകൾക്ക് വെറുതെ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശം തരലല്ല, എങ്ങനെ പഠിച്ചാലാണ് മുന്നിലെത്തുക എന്നുള്ളത് കൃത്യമായ തെളിവുകൾ സഹിതം തരുന്ന ഒരു ഭാഗമാണ്. അപ്പം നമുക്കിന്ന് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം 6ാമത്തെ ചോദ്യവുമായി അല്ലേ കോഡ് Aയിൽ വന്നിരുന്നു. 5 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ജനറൽ നോളേജിലെ. ആ 5 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് കിട്ടും. ഈ 6ാമത്തെ ചോദ്യം എന്താണ്? അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഒരു വലിയ ചരിത്രമാണ്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ ഇത് രൂപീകരിച്ചത് 1953 ഈ പ്രസ്താവന ശരിയാണ്. ഇത് രൂപീകരിച്ചത് 1953 അതുകൊണ്ട് ഒന്ന് കാണുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കണം? ടിക്ക് കൊടുക്കണം. ഇവിടെ ഒന്നുണ്ട്, A കറക്റ്റ് ആയിരിക്കാം. രണ്ടാമത്തത് D കറക്റ്റാണ്, കാരണം അതിലും ഒന്നുണ്ട്. അപ്പം ഇനി നമുക്ക് BO CO നോക്കേണ്ട ആവശ്യമില്ല. അതായത് BO CO നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഒഴിവായി. ഇനി 2, ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അങ്ങനത്തെ ഒരു പേര് അതിനില്ല. ഇത് ഫസൽ അലിയാണ്, HN കുൻസുറു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഫസൽ അലി ആണ്. അപ്പോൾ ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം തന്നെ നമുക്ക് തെറ്റി, അല്ല ശരിയായി. കാരണം 1ഉം 2ഉം അതിൽ രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ലാത്തതുകൊണ്ട് A ഒഴിവായി. ഇനിയൊരു ഓപ്ഷനേ ഉള്ളൂ, അതേതാണ്? D ആണ്. ഇനി ഇവിടെ 2 നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ അടുത്തേക്ക് വരുന്നു. ഫസൽ അലി, HN കുൻസുറു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. മുൻകാല PSCയിലേക്ക് ചോദിച്ച ചോദ്യമാണ്. സോ അവിടെയും നമുക്ക് ഇവിടെ 3 ഇല്ലാത്തതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റായി. ഇനി ഇത് രൂപീകരിച്ചത് 1953 നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് വിചാരിക്കുക. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്, അത് ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. അത് വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, 3ഉം 4ഉം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമുക്ക് ഇത് രൂപീകരിച്ചത് 1953 എന്നുള്ളത് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. അപ്പം നമുക്ക് ഇനി മുൻകാല ചോദ്യപേപ്പറിലേക്ക് നോക്കാം. നമുക്ക് അതിനു മുമ്പ് ഇവിടെ മുൻകാല ചോദ്യം പേപ്പറിൽ ചേരുംപടി ചേർക്കുക. ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. എന്നാണ് ഫസൽ അലി കമ്മീഷൻ രൂപവൽക്കരിച്ചത്? ഇതാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2023 ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യപേപ്പർ നോക്കിയ ആൾക്കറിയാം ഫസൽ അലി കമ്മീഷൻ 1 D ആണ്. 1953 ഒക്ടോബറിലാണ് ഫസൽ അലി കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവനയ്ക്കുള്ള ഒരു ഉത്തരം ഇത് പഠിച്ചു പോയ ഒരാൾക്ക് ഉണ്ടാകുമോ? നിങ്ങളൊന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCERT ബുക്കും PSC ബുള്ളറ്റിനും വെച്ച് ചേർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ 2 തരത്തിലുള്ള കാര്യമാണ്. നമ്മുടെ ടൈം നമുക്ക് കുറവാണ്. നോളേജ് ആണെങ്കിൽ ധാരാളമുണ്ട്. അപ്പോൾ ആ നോളേജ് മാനേജ് ചെയ്യണം. അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ മാക്സിമം മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഭാഷയിലെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം നടന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്തത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇത് ചേരുംപടി ചേർക്കുമ്പോൾ 1 D ആണ്. അപ്പോൾ 1 D എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഇവിടെ പറ്റില്ല. 1 A എന്നുള്ളതല്ല, എന്നാൽ 1 D എന്നുണ്ട്. അത് ശരിയായിരിക്കാം, ഫുള്ളായിട്ടില്ല. ഇനി അടുത്തതോ, അതിലും 1 D അല്ല, അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ D ആണ് ശരിയാവാൻ സാധ്യത. അപ്പം ഇനി Bക്കോ Dയിലേക്കോ നമുക്ക് ചുരുക്കാം. ഇനി ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം വരുന്നത് 1953 ഡിസംബറിലാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം വരുന്നത് എവിടെയാണ്? 1953 ഡിസംബറിലാണ്.
എന്ന് ഇവിടെ തന്നിരിക്കുന്നു. നോക്കൂ, ഇവിടെ 2C അല്ല. അതോടുകൂടി നമ്മൾ ഉത്തരം ബിയിലേക്ക് ചുരുക്കി. ഓക്കെ, അടുത്തത് എന്താ? ഛത്തീസ്ഗഡ് രൂപീകരണം. ഛത്തീസ്ഗഡ് എന്നാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. അത് 2000 നവംബറിലാണ്. അതുപോലെ തന്നെ ഗോവ സംസ്ഥാന രൂപീകരണം, നാലാമത്തേത് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഗോവ സംസ്ഥാന രൂപീകരണമാണ്. അത് 1987 അപ്പൊ നമ്മുടെ ഓപ്ഷൻ കറക്റ്റായി ഇവിടെ മാറി. ഇതിൽ ഈ 2 അറിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇതൊക്കെ മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. നമുക്ക് നോക്കാം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഡൽഹിയാണ്. തെറ്റാണല്ലോ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ഇത് അറിയാത്ത ഒരാള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും, അല്ലേ? അപ്പൊ അയാൾക്ക് ആന്ധ്രാപ്രദേശ് എന്നാണ് ഉത്തരം കിട്ടും. അപ്പൊ നേരത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരവുമായി. അപ്പൊ അവിടുത്തെ 2 നമ്മുടെ കയ്യിൽ കിട്ടി. കണ്ടു? അതാണ് ഞാൻ പറയുന്നത്, മുൻകാല ചോദ്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ 1 തെറ്റായതുകൊണ്ട് ശരിയായ ഉത്തരത്തിൽ 1 വരാൻ പാടില്ല. അതുകൊണ്ട് എ ശരിയാവാം, ബി തെറ്റാവും. കാരണം എന്താ? ബിക്ക് അവിടെ സ്കോപ്പില്ല. ഇനി അടുത്ത ഏതാ? സി തെറ്റാവും. കാരണം എന്താ? അവിടെ ഒന്നാമത്തേത് തെറ്റാണ്. ഇവിടെ ഡിന്റെ അടുത്ത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എ ആണ് ഉത്തരം എന്ന് മനസ്സിലായി. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണത്തിന്റെ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന 2ഉം 3ഉമാണ്. അതുകൊണ്ട് എ ആണ് ശരി ഉത്തരം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. കണ്ടോ? വീണ്ടും 1953 വരികയാണ്. അപ്പൊ അത് പ്രസ്താവന ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ഉണ്ടായിരിക്കണം നമ്മുടെ ഓപ്ഷനിൽ. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന ഇല്ല, അതുകൊണ്ട് ഇത് കൊണ്ട് തെറ്റ്. ഇത് ശരിയായിരിക്കാം. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന ഇല്ല, അതുകൊണ്ട് തെറ്റ്. ഇത് 2ഉമാണ് ഇനി ശരിയാവാൻ സാധ്യതയുള്ളത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 2ഉം ശരിയാണ്. 1934 ഭാഷാടിസ്ഥാന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി അധ്യക്ഷൻ, KM പണിക്കർ, HN കുൻസുറു. നേരത്തെ HN കുൻസുറു. അപ്പൊ നോക്കൂ, ഇത് ശരിയാണ്. അപ്പോ 1ഉം 2ഉം എന്താണ്? ഭാഷാ സംസ്ഥാന പുനഃസംഘടനയാണ്. 1 തെറ്റാണ്. പക്ഷേ എന്താണ്? 1 ശരിയാണ്. അതേസമയം നമുക്കറിയാം 2 ശരിയാണ്. 1953 ഭാഷാടിസ്ഥാന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതിൽ KM പണിക്കർ ഇല്ല. അതാണ് എൻ്റെ അടുത്ത് പോയത്. ഉണ്ടോ? KM പണിക്കർ ഉണ്ടോ? ഇല്ലേ? KM പണിക്കരുണ്ട്, HN കുൻസുർ ഉണ്ട്, അല്ലേ? അപ്പോ അവിടെ എന്തു വരും? അവിടെ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ആന്ധ്ര സംസ്ഥാന രൂപീകരണം പോട്ടി ശ്രീരാമുലു നിരാഹാര സമരം നടത്തി. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നിട്ടുണ്ട്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസുർ, ഇതാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ നോക്കണം, ഫസൽ അലി ഉണ്ടെങ്കിൽ KM പണിക്കരും ഉണ്ട്, അല്ലേ? അവിടെ ആരൊക്കെ ഉണ്ട്? ഫസൽ അലിയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഫസൽ അലി, HN കുൻസുർ എന്നിവർ അംഗങ്ങളായിരുന്നു. എന്നാൽ കാവാലം മാധവ പണിക്കർ ഇതിൽ അംഗമായിരുന്നോ? യെസ്, അംഗമായിരുന്ന ഏക മലയാളിയല്ലേ? അതിലെ അംഗമായിരുന്ന ഒരു മലയാളിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ് എന്ന് കാണുന്നു. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അതിന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. നേരത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്ത ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന
പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതേര്? ആര്? അവിടെ ഹസൻ അലി ഏട്ടാ, ഫസൽ അലിയാണേ, ഫസൽ അലി എന്നാണ് തന്നിട്ടുള്ളത്, ഹസൻ അലി അല്ല, ഫസൽ അലി. അപ്പൊ ഫസൽ അലി ശരിയാണ്, HN കുൻസുറു ശരിയാണ്, KM പണിക്കർ ശരിയാണ്. ഇത് മൂന്നും നമ്മുടെ നേരത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരാ അല്ലാത്തത്? VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന ആള് അവിടെ എവിടെയായിരുന്നു അംഗമായിരുന്നത്? വാപ്പാല പങ്കുണ്ണി മേനോൻ മറ്റേ എന്തായിരുന്നു? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു VP മേനോൻ, സർദാർ പട്ടേൽ. അപ്പൊ അവിടെ VP മേനോനാണ് അംഗമല്ലാത്തത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവിടുത്തെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. മുൻകാല ചോദ്യങ്ങളൊക്കെ പലതും ബൗൺസിങ് ആണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ വീണ്ടും അതാ വരുന്നു, ജസ്റ്റിസ് ഫസൽ അലി. കണ്ടുവോ എത്ര പ്രാവശ്യമാണ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ പരിചയിക്കുന്നതിലൂടെ നമ്മുടെ റിവിഷനും കൂടിയാണത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് 3 ഗ്രൂപ്പ് ആളുകളെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? അപ്പൊ നമുക്കറിയാം 2 തെറ്റി. കാരണം അതിൽ ആരില്ല? ഫസൽ അലി ഇല്ല. അല്ല, ഫസൽ അലി ഉണ്ട്, VP മേനോൻ ഉണ്ട്. VP മേനോൻ ഇതിൽ അംഗമല്ല, നമുക്കറിയാം. 2 നമുക്ക് തെറ്റ് എന്ന് പറയാം. പിന്നെ BN ഭട്നാഗർ, ഡോക്ടർ രാജരാമണ്ണ, ലക്ഷ്മണ സ്വാമി മുതലിയാർ. ഇവിടെ നമുക്കറിയാം ഫസൽ അലി ഇല്ല, KM പണിക്കർ ഇല്ല, അതുകൊണ്ട് ഇതും തെറ്റി. ഗുൽസാറിൽ നിന്നെന്താ TT കൃഷ്ണമാചാരി, CD നെസ്ബുഗ്, ഇതും തെറ്റി. കാരണം അതിലും ഇല്ല ഫസൽ അലിയോ കുൻസുറുവോ KM പണിക്കരോ അതിലില്ല. അതുകൊണ്ട് ഇവിടെ D ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. കണ്ടു ചോദ്യം ആവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് PSCക്ക്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ. ഈ 11 ചോദ്യങ്ങൾ കണ്ടുപോയ ഒരാൾക്ക് അവിടുത്തെ ഉത്തരം ഈസി ആയിട്ട് എഴുതാമല്ലോ. ഇപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ. അതിനു മുമ്പ് ഒരു JVP കമ്മിറ്റി ഉണ്ട്. JVP കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, പട്ടാഭി സീതാരാമയ്യ, വല്ലഭഭായ് പട്ടേൽ. അതാണ് JVP കമ്മിറ്റി. അത് 1948 ഡിസംബറിൽ കോൺഗ്രസ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. 1953 ഒക്ടോബർ 1 പോട്ടി ശ്രീരാമുലുവിന്റെ നിരാഹാര സമരത്തിന്റെ ഫലമായിട്ടാണ് അത് രൂപീകൃതമാകുന്നത്. അദ്ദേഹം മരണപ്പെടുന്നുണ്ട് പിന്നീട് ആ നിരാഹാര സമരത്തിന്റെ ഫലമായി. അപ്പൊ ആ ഭാഷാടിസ്ഥാനത്തിൽ പിന്നീട് 1956 സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുമ്പോൾ അതിനുശേഷമാണ് 1953 ഡിസംബറിൽ എന്ത് വരുന്നത്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത്. ഈ പോട്ടി ശ്രീരാമുലുവിന്റെ മരണത്തിന് ശേഷമാണ്. അദ്ദേഹമാണ് ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ പിന്നീട് 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വന്ന് സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇത് ജമ്മു കാശ്മീർ പുനഃസംഘടന നടന്നു 2019. 25ാമത്തെ സംസ്ഥാനം ഓർത്തിരിക്കുക, ഗുജറാത്താണ്, 1960. 28ാമത്തെ സംസ്ഥാനം ജാർഖണ്ഡ് ആണ് 2000. 29ാമത്തെ ഏറ്റവും അവസാനത്തെ സംസ്ഥാനം 2014 ജൂണിൽ തെലുങ്കാന. ആന്ധ്രയിൽ നിന്നും തെലുങ്കാന സംസ്ഥാനം ഉണ്ടാകുന്നു. 25ാമത്തെ ഗുജറാത്ത്, 28ാമത്തെ ജാർഖണ്ഡ്, 29ാമത്തെ തെലുങ്കാന. അപ്പൊ നിങ്ങൾ വിചാരിക്കും 29ാമത്തെ സംസ്ഥാനം ഉണ്ടാവണ്ടേ, 29 സംസ്ഥാനം ഉണ്ടാവണ്ടേ. പക്ഷെ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി 2019 പുനഃസംഘടനയ്ക്ക് ശേഷം നഷ്ടമായി. അത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി. അങ്ങനെ ഇപ്പോ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. തെലുങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി പണ്ടൊക്കെ ചോദിച്ചിരുന്നു, ഓർക്കുക, BN ശ്രീകൃഷ്ണ കമ്മിറ്റി. ഇപ്പൊ ഫസൽ അലി കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? ഫസൽ അലിയാണ് അധ്യക്ഷൻ. KM പണിക്കരും HN കുൻസുറുവുമാണ് അതിലെ അംഗങ്ങൾ.
1953 രൂപീകരണം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 1950 ജനുവരി 26 ഇത്രയും സംസ്ഥാനങ്ങളൊന്നുമില്ല. 1950 ജനുവരി 26 ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നുള്ള സംസ്ഥാനങ്ങളാണ് വരുന്നത്. കേരളമൊന്നുമില്ല. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. 1920 അധ്യക്ഷൻ സി വിജയരാഘവാചാര്യരുടെ അധ്യക്ഷതയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പൊ അതെന്നാണെന്ന് ഓർത്തു വെക്കണം. അത് 1920 നാഗ്പൂരിലാണ്. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് നിയമിച്ച ഭാഷാ പ്രതിജ്ഞാ കമ്മീഷൻ അധ്യക്ഷൻ SK ദർ ആണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. 1953 ഒക്ടോബർ 1. അതും കൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ PSC ചോദിച്ച 6ാമത്തെ ചോദ്യം നമ്മൾ കണ്ടു. ജനറൽ നോളേജിൽ കൃത്യമായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചു പോയ ഒരാൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇനി നമുക്ക് നോക്കാം. ഞാൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ SCERT ബുക്കും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ കവർ ചെയ്യണം. അപ്പോൾ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെറ്റാണത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പാളിയാണ്. അത് ട്രോപ്പോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് തെറ്റായ പ്രസ്താവനയായി എന്തു വേണം? 1 വേണം. അപ്പോൾ 1ഉം 2ഉമോ 1ഉം 3ഉമോ ആണ് സാധ്യത. 2ഉം 4ഉം 2ഉം 3ഉം സാധ്യതയില്ല. കാരണം തെറ്റായ പ്രസ്താവനയിൽ 1 വേണം. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. അത് ശരിയാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കും പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ചു പോയ ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാട്ടോ. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അതും ശരിയാണ്. അല്ല, അത് തെറ്റാണ്. അത് ആഗ്നേയ ശിലയാണ്. ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയാണ്, അവസാദ ശിലയല്ല. അളകനന്ദ. അപ്പോൾ 1ഉം 3ഉം വേണം. നമുക്ക് ആൻസറായി. അതുകൊണ്ട് 1ഉം 2ഉം അല്ല. 2 ശരിയായതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് ആൻസറായി 1ഉം 3ഉമാണെന്നുള്ളത്. ഇത് 2ഉം അറിയുന്ന ഒരാൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റി. ഇത് 2ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബാക്കി കൂടുതൽ അവിടെ അറിയണ്ട. നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. പക്ഷെ നമുക്ക് ഇപ്പൊ ഇത് ശരിയാട്ടോ. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ശരിയാണ്. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടതാ. അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന് പിന്നീട് അത് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതാണ് പിന്നീട് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത് ശരിയാണ്. അതുകൊണ്ട് ഈ ഓപ്ഷനിൽ അത് വരാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ക്ലാസ് 8 പാഠം 10 ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. പഠിച്ചു പോയിരിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാഠമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരും. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി എന്ന് പറയുന്നത് ഭൂമിയോട് ഏറ്റവും ചേർന്ന് കേൾക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണല്ലോ. മറ്റതല്ല, പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ആവർത്തിച്ചതുമാണ്. അതിന്റെ ഉയരം പറയുന്നുണ്ട്. ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരം ചോദിക്കാം. അപ്പൊ ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഏകദേശ ഉയരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് ഉയരമുണ്ട്. മധ്യരേഖാ പ്രദേശത്ത് ഈ വായുവിന്റെ വായുവാണല്ലോ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിന്റെ താപനിലയ്ക്കനുസരിച്ചിട്ടാണ് ഇതിനെ പല പാളികളാക്കി തിരിച്ചിട്ടുള്ളത്. അതിലെ താപത്തിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പൊ ശരാശരി 13 കിലോമീറ്റർ ആണെങ്കിലും മധ്യരേഖാ പ്രദേശത്ത് ഇതിന് കുറച്ചും കൂടി ഉയരം കൂടും. കാരണം അവിടെ മധ്യരേഖാ പ്രദേശത്ത് സൂര്യന്റെ ചൂട് നേരിട്ടേൽക്കുകയും അവിടുത്തെ വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്തതുകൊണ്ട് അവിടെ ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതലുണ്ട്. 18 കിലോമീറ്റർ വരെ. ഇന്നേ വരെ ചോദിച്ചിട്ടില്ലെങ്കിലും നാളെ ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യമായിട്ട് വരാം. അവിടെ നടക്കുന്ന പ്രതിഭാസങ്ങൾ എന്തെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മേഘരൂപീകരണം അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം നടക്കുന്നത്. അതായത് ദിനാന്തരീക്ഷ പ്രതിഭാസങ്ങൾ പലതും, മഴ,
മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. ചോദിച്ചിട്ടുണ്ടേ, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ ഇതൊക്കെ താഴത്തെ പാളിയായ, അന്തരീക്ഷത്തിലെ താഴത്തെ പാളിയായ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ശരാശരി ഉയരം 13 മീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 മീറ്ററും വരുന്ന ട്രോപ്പോസ്ഫിയറിലാണ് ഈ മേഘരൂപീകരണവും മഴയും മഞ്ഞും കാറ്റും ഇടിമിന്നലും എല്ലാം നടക്കുന്നത്. മറ്റൊന്ന് PSC ചോദിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിലെ പ്രത്യേകത ഉയരം കൂടുന്തോറും താപം കുറയും എന്നുള്ളതാണ്. അത് ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് കൂടും. അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ, ഊട്ടി, കൊടൈക്കനാൽ തുടങ്ങിയിട്ടുള്ള, വയനാട് തുടങ്ങിയിട്ടുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് ഉണ്ടാവാനുള്ള കാരണം ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഇതുവരെ ചോദിച്ചതായി കണ്ടിട്ടില്ല, ഷോർത്ത് വെച്ചോളൂ. ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളിൽ പലതും പുതുത് വിടുന്ന വരിക. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ, ഓരോ അന്തരീക്ഷ പാളിക്കിടയിലും ഒരു സംക്രമണ മേഖല ഉണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലുള്ളത് സ്ട്രാറ്റോസ്ഫിയറാണ്. ആ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയെ താഴത്തെ പാളിയുടെ പേര് വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ട്രോപ്പോപാസ് എന്ന് പറയും. ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ, അതിനിടയിലുള്ള സംക്രമണ മേഖല അതാണ് ട്രോപ്പോപാസ്. ഈ സ്ട്രാറ്റോസ്ഫിയറോ, എന്താ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് തുടങ്ങി ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരമുണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ മറ്റോടത്ത് 165 മീറ്റർ കൂടുമ്പോൾ ട്രോപ്പോസ്ഫിയറിൽ 1 ഡിഗ്രി സെന്റിഗ്രേഡ് കുറയുന്നുണ്ടല്ലോ. ഇതിവിടെ താഴ്ന്ന വിധാനങ്ങൾ ഇങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഇതിനെ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സമതാപ മേഖല ട്രോപ്പോസ്ഫിയറിലുണ്ട് അതിന്റെ താഴ്ന്ന വിധാനത്തിൽ. കാരണം എന്താ, അവിടെ താപനിലയിൽ മാറ്റം വരുന്നില്ല. അവിടെയാണ് ഓസോൺ പാളി. ഇത് ചോദിച്ചിട്ടുണ്ടേ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അതായത് അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. മറ്റോടത്ത് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, മഴ, മേഘം, മഞ്ഞ്, ഇടിമിന്നൽ ഇതൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ്. എന്നാൽ ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ്. വായു അറകളുടെ അസാന്നിധ്യമുണ്ട്, വായുവിന്റെ അറകളില്ല. അതുകൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നു. ഇതും ഓസോൺ പാളി ഉണ്ടെന്ന് മാത്രമല്ല, ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും നല്ല പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. കാരണം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ്. മഴയില്ല, മഞ്ഞില്ല, കാറ്റില്ല, മേഘരൂപീകരണം നടക്കുന്നില്ല, ഇടിമിന്നലില്ല, വായു അറകളില്ല. അതുകൊണ്ടൊക്കെ ജെറ്റ് വിമാനങ്ങൾക്ക് സുഖമായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഓസോൺ പാളിയും ജെറ്റ് വിമാനങ്ങളുടെ യാത്രയൊക്കെ അവിടെയാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്തായിരിക്കും? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ വേറെ എന്തോണ്ട്, ഏറ്റവും താഴത്തെ പാളി എടുത്താൽ മതി. ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ളത് സ്ട്രാറ്റോപാസ്. ഓക്കെ, മിസോസ്ഫിയർ ധാരാളം ചോദ്യങ്ങൾ വന്നതാണ് കേട്ടോ ഈ മേഖലയിൽ നിന്ന്. അപ്പൊ 50 കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ ആണല്ലോ, അതിന്റെ മുകളിലാണ് മിസോസ്ഫിയർ. 50 മുതൽ 80 കിലോമീറ്റർ വരെ. ഇവിടെ ട്രോപ്പോസ്ഫിയറിലെ പോലെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിലാണ്. മിസോസ്ഫിയറിന്റെ മുകളിലുള്ള മിസോപാസിലാണ് -80 മുതൽ -100 ഡിഗ്രി വരെയാണ്. പക്ഷെ ഉൽക്കകൾ മിസോസ്ഫിയറിൽ വെച്ചാണ് ഘർഷണത്തിലൂടെ കത്തി നശിക്കുന്നത്. PSC പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഉൽക്കകൾ കത്തി നശിക്കുന്നത് മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. മിസോസ്ഫിയറിന് മുകളിലുള്ള പാസ് ഏതായിരിക്കും? മിസോപാസ്. മിസോപാസിന്റെയും മുകളിലാണ് തെർമോസ്ഫിയർ. അത് 80 മുതൽ 600 കിലോമീറ്റർ വരെ. അവിടെ നേരെ തിരിച്ച തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരും. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട്, അയോണോസ്ഫിയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെർമോസ്ഫിയറിലാണ്. ആ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. മഴ, മേഘം, മഞ്ഞ്, കാറ്റ്, മേഘരൂപീകരണം, അതുപോലെ തന്നെ ഇടിമിന്നൽ, ഇതുപോലെയുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? അവിടെ വായു അറകളില്ല, അവിടെയാണ് ഓസോൺ പാളി ഉള്ളത്, അവിടെയാണ് ജെറ്റ് വിമാനങ്ങൾക്ക് പറക്കാൻ
കൂടുതൽ നല്ലത്. കാരണം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളില്ല. അത് കഴിഞ്ഞാലാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിൽ വെച്ചാണ് ഉൽക്കകൾ കത്തി നശിക്കുന്നത്. അത് കഴിഞ്ഞാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിലാണ് അയോണോസ്ഫിയർ, ഏറ്റവും മുകളിലത്തെ പാളി. അയോണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയോണോസ്ഫിയർ ആണ്. പുസ്തകത്തിലുള്ളതാ നോക്കൂ. വളരെയധികം ചോദ്യങ്ങൾ വന്ന ഓരോ വരിയും ചോദ്യങ്ങളായി മാറിയ ഭാഗമാണ്. 8ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം. അയോണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അവിടെ വാതക തന്മാത്രകൾ ചാർജ്ഡ് അയോണുകളാണ്. കാരണം അവിടെ അൾട്രാവയലറ്റ്, എക്സ്റേ രശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റും. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തെയാണ് അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുന്നത് കൊണ്ട് റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഈ വൈദ്യുത കാന്തിക തരംഗമാണ് നമ്മുടെ പ്രകാശമടക്കം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ പെട്ടതാണ് നമുക്ക് ഈ കാണാൻ പറ്റാവുന്ന വെളിച്ചം മുഴുവൻ. നമുക്ക് കാണാൻ പറ്റാത്ത അൾട്രാവയലറ്റും ഇൻഫ്രാറെഡ് രശ്മികളൊക്കെ അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഓർക്കുക, റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അയോണോസ്ഫിയറിലാണ്. ഇനി സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 അന്തരീക്ഷ പാളികൾ പഠിച്ചല്ലോ. ഏറ്റവും താഴത്തെ ട്രോപ്പോസ്ഫിയർ, അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന്റെ മുകളിൽ മിസോസ്ഫിയർ, അതിന്റെ ഏറ്റവും മുകളിൽ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിലെ ഒരു ഭാഗമാണ് അയോണോസ്ഫിയർ. ഈ 4 മേഖലകൾക്കുമിടയിൽ ഇതിനെ വേർതിരിക്കുന്ന സംക്രമണ മേഖലകളുണ്ട്. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയറിന് മുകളിൽ മിസോപാസ്, തെർമോസ്ഫിയറിന് മുകളിൽ തെർമോപാസ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖല താഴത്തുള്ള ട്രോപ്പോപാസ് എന്ന് പറയാം. സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖല സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലുള്ള മേഖല മിസോപാസ്. ഓക്കെ. അപ്പൊ ഭൂമിയുടെ പുതപ്പ് ക്ലാസ് 8 ചാപ്റ്റർ 10. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അവിടെ തന്ന നേരത്തെ ചോദ്യത്തിൽ തന്ന 2ാമത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി. അല്ല, 1ാമത്തെ ചോദ്യത്തിന്. ഇനി 2ാമത്തെ ചോദ്യം എന്തായിരുന്നു? നേരത്തെ നമ്മളോട് 2024 LDCക്ക് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അടുത്തത് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നുപോയി നോക്കുക. ഹരിതഗൃഹ വാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? LGS വാരിയസിന് ചോദിച്ചതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മക്കളെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? അപ്പൊ ഇതിലൂടെ കടന്നുപോയ ഒരാൾക്കറിയാം, അറിയില്ല, ഉത്തരം അറിയില്ലായിരിക്കുക. അപ്പൊ അയാൾ പഠിക്കും നൈട്രജൻ ആണെന്ന് ഉത്തരം നോക്കി പഠിക്കും. അപ്പൊ അയാൾക്കറിയാം ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. ഓക്കെ, അത് അയാൾക്ക് കിട്ടിയല്ലോ. താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിൽ കാരണമാകുന്ന മുഖ്യ വാതകം ഏത്? നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഹരിതഗൃഹ വാതകങ്ങളാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്. അപ്പോൾ ആഗോളതാപനത്തിൽ കാരണമാകുന്ന മുഖ്യവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ആഗോള താപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? നേരത്തെ നമുക്കറിയാം ആരൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കിട്ടി മീഥേൻ. എന്താണ്? ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ? ഇവിടെ കുറേ എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കേട്ടോ? ഒന്നില്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ വെക്കാം. നൈട്രസ് ഓക്സൈഡും ഹരിതഗൃഹ വാതകമാണ്. അപ്പൊ ആര് ഹരിതഗൃഹ വാതകമല്ല? ഓക്സിജൻ അല്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ പുതുതായി പഠിക്കുകയാണ്. നിങ്ങൾ ഉത്തരം നോക്കിയാൽ മനസ്സിലാകും ഓക്സിജൻ ഹരിതഗൃഹ വാതകമല്ല. അപ്പൊ നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. നൈട്രസ് ഓക്സൈഡും ഹരിതഗൃഹ വാതകമാണ്. ഇത് പഠിച്ചു പോയ ഒരാൾക്ക് സിമ്പിളായിട്ട് ഇവിടെ എഴുതും. എന്ത്? നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്. അത് ശരിയാണ്. 1ാമത്തെ ശരിയും 2ാമത്തെ തെറ്റുമാണ്. അപ്പോ നമ്മുടെ ഒന്ന് പാടില്ല അല്ലേ? 1 തെറ്റാണ്, 2ഉം വരാൻ പാടില്ല. അപ്പൊ 1 വരുന്നതും 2 വരാത്തതുമായിട്ടുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ. അപ്പൊ മുൻകാല ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസിയായി, അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കും പഠിച്ചു പോയാൽ ഈസിയായി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നർത്ഥം. കൂടുതലൊന്നും പഠിച്ചു പോകണ്ട എന്നർത്ഥം.
താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം നമ്മൾ പറഞ്ഞു അല്ലേ. ആഗോള താപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹവാതകം പറഞ്ഞു. ഹരിതഗൃഹവാതകത്തിന് പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം നമ്മൾ പുതിയൊരു അറിവും കൂടി കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് 10 ചോദ്യങ്ങൾ മാത്രം. ആ 10 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടൽ മുഴുവൻ പഠിച്ചെടുക്കുന്നത്. ആ 10 ചോദ്യങ്ങൾ ഇല്ലെങ്കിലും ആ 10 മാർക്ക് ഇല്ലെങ്കിലും അങ്ങനെ ഒന്ന് വന്നതാണിത് അല്ലേ. അതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കാണപ്പെടാത്ത ഒന്ന് പുതുതായി വരുന്നു 2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ. പക്ഷെ ഇതുവരെയോട് കൂടി അതും നമ്മൾ പഠിച്ചു. ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് അല്ല കേട്ടോ, കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലിന്റെയും അത് അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന്റെയും തോത് സമാനമാക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി നെറ്റ് സീറോ. ഒരുപാട് പദങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ഒന്ന് വരുമ്പോൾ ക്ലാസ് എടുക്കാം. നെറ്റ് സീറോ എന്താണെന്ന് അറിയണം, കാർബൺ മുദ്ര എന്താണെന്ന് അറിയണം. വയനാട്ടിലെ ഒരു പഞ്ചായത്ത് ഉണ്ട്, ആ പഞ്ചായത്തിനെ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒക്കെ ഞാൻ ആ ഭാഗം വരുമ്പോൾ നമുക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ക്ലാസ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റെന്താ പറയുക, COP ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ മറ്റേ പാരീസ് ഉടമ്പടി, റെയ്നോ ഡി ജനീറോയിൽ നടന്ന സമ്മേളനം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒക്കെ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹവാതകങ്ങളുടെയും പുറന്തള്ളലിന്റെയും അത് അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി നെറ്റ് സീറോ ആണ്. വെറുതെ എന്താണ് കാർബൺ മുദ്ര എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കുന്നുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ മെറ്റായേ ഉണ്ട്, ഇതിലൊക്കെ ഇപ്പൊ നമുക്ക് സമയമില്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു വിധത്തിലേക്ക് പോകും. അപ്പോൾ നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ എത്ര പുറന്തള്ളുന്നുവോ അത്രത്തോളം നീക്കം ചെയ്യുന്ന പദ്ധതി. അത് ഈ വികസിത രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വലിയ വാദങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നെറ്റ് സീറോ എന്ന് പറയാം. എത്ര കാർബൺ പുറത്തു വിടുന്നു, എത്ര ഹരിതഗൃഹവാതകങ്ങൾ പുറത്തു വിടുന്നു, അത്രയും നീക്കം ചെയ്യുക. ഈ നെറ്റ് സീറോയുമായി ബന്ധപ്പെട്ട് വയനാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ മഴവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് അവിടുത്തെ മീനങ്ങാടി പഞ്ചായത്ത് അത് വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. എന്താണെന്ന് എൻ്റെ പഴയ ക്ലാസ്സുകൾ കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെറ്റ് സീറോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഹരിതഗൃഹവാതകങ്ങൾ കാരണമാണ് ഭൂമിയിൽ ആഗോള താപനം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ വേറൊരു 2 വന്നിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് പറയാം. എൽ നീനോ. എന്താ എൽ നീനോ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കൻ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുന്നു. മധ്യ പസഫിക്കിൽ നിന്ന് തെക്കൻ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശാലമായൊരു ക്ലാസ് കഴിഞ്ഞതാണ്. തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റുന്നു. അങ്ങനെ തൽഫലമായി പെറുവിന്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ആ ക്ലാസ് ഒന്ന് പോയി കാണുക, വളരെ രസകരമാണ് ഈ പ്രതിഭാസങ്ങളൊക്കെ. ഈ പ്രതിഭാസത്തെയാണ് എൽ നിനോ എന്ന് പറയുന്നത്. യേശുവുമായി ബന്ധപ്പെട്ടതാ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഇതാണ് എൽ നിനോ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായി വിലയിരുത്തുന്ന അന്താരാഷ്ട്ര സ്ഥാപനമാണ് IPCC. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ നെറ്റ് സീറോ ആണ് നേരത്തെ ചോദ്യത്തിന്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതുക. കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ കടന്നുപോയപ്പോൾ തന്നെ നമുക്കറിയാലോ അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അതുകൊണ്ട് ഒന്നിവിടെ ശരിയായിരിക്കാം, ഇത് ശരിയായിരിക്കാം, ഇത് ശരിയായിരിക്കാം. ഇത് മാത്രമാണ് ഇവിടെ തെറ്റ്. കാരണം നൺ ഓഫ് ദീസിൽ ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാർബൺ ഡയോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. ബയോളജിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോ അവിടെ എന്താണ്, കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല, അത് കാർബൺ ഡയോക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. കാർബൺ മോണോക്സൈഡാ. അതുകൊണ്ടാണ് പെട്ടെന്ന് കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് അപകടം വരിക. ഈ കാർബൺ മോണോക്സൈഡിന് ഹീമോഗ്ലോബിനുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റും. കാർബൺ ഡയോക്സൈഡിന് അങ്ങനെ സാധിക്കില്ല. അപ്പൊ കാർബൺ ഡയോക്സൈഡും, അതുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡിനെ വഹിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഹീമോഗ്ലോബിന് പറ്റുന്നത്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാലാണ് നമ്മുടെ ശരീരത്തിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുക. ബയോളജിയിലാണ്, ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ശരിയാ.
ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴിയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഓൺലി തെറ്റുന്നു. ആൾ ഓഫ് ദ എബോവിൽ കാരണം രണ്ടാമത്തത് ശരിയല്ല, 1ഉം 3ഉം മാത്രമാണ് ശരി. ആൻസറിലേക്ക് എത്തിയല്ലോ. ഇനി എന്താണ് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂമിയിലേക്ക് സൂര്യന്റെ ചൂടെത്തുന്നുണ്ടല്ലോ. ഈ ചൂട് ഭൂമിയുടെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ച് ബഹിരാകാശത്തേക്ക് പോകേണ്ടതാണ്. അങ്ങനെ ബഹിരാകാശത്തേക്ക് പോവാതിരിക്കാനുള്ള ഒരു കാരണം, അത് മുഴുവൻ പോയിരുന്നെങ്കിൽ ഭൂമി തണുത്ത് വിറയ്ക്കും. കാരണം ഇവിടെ പതിക്കുന്ന ചൂട് മുഴുവൻ മുകളിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ രാത്രി പിന്നെ 0 ഡിഗ്രി ഒക്കെ ആയി മാറില്ലേ? ആകെ തണുത്തുറക്കില്ലേ ഭൂമി? നമുക്ക് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാകുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഈ വികിരണങ്ങളെ ആരാഗിരണം ചെയ്യും? ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യും. അതുകൊണ്ടാണ് ഭൂമിക്ക് ആവശ്യമായ ചൂട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഹരിതഗൃഹവാതകങ്ങളുടെ തോത് ക്രമാതീതമായിട്ട് ഉയരുകയാണ്. എന്താ? വ്യവസായവൽക്കരണം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ആ സന്തുലനം പോവുകയാണ്. കൂടുതൽ ഹരിതഗൃഹവാതകങ്ങൾ ഉണ്ടാവുമ്പോൾ കൂടുതൽ ചൂടുണ്ടാവും. ഇതാണ് ആഗോളതാപനം. അങ്ങനെ കൂടുതൽ ഭൂമിക്ക് പനിക്കുമ്പോഴാണ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളും വലിയ പ്രളയങ്ങളും ഒന്നിച്ചുള്ള മഴയും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ശാസ്ത്രലോകം മുന്നേ പ്രവചിച്ചിട്ടുണ്ട്. 20-22 വർഷങ്ങൾക്ക് മുന്നേ അവരിത് പ്രവചിച്ചിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഈ ഹരിതഗൃഹവാതകങ്ങളിലെ പ്രധാനിയായ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് കുറയ്ക്കണം. അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ പറയുന്നത്. ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ മൂപ്പര് വലിച്ചെടുക്കും. അപ്പൊ ഹരിതഗൃഹവാതകങ്ങളുടെ തോത് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഭൂമിയുടെ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇതുമായും ബന്ധപ്പെട്ട നമ്മളൊരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായ ഹരിതഗൃഹവാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണും മീഥൈനും നൈട്രസ് ഓക്സൈഡും ഓസോണുമാണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ ഒത്രിയാണ് കേട്ടോ. ഒത്രിക്കാണ് ഓസോൺ എന്ന് പറയുന്നത്. 3 ഓക്സിജൻ ആറ്റം ചേർന്നതാണ് ഓസോൺ. അപ്പൊ ഹരിതഗൃഹവാതകങ്ങളൊന്ന് ഓർത്തിച്ചോളൂ. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഹരിതഗൃഹവാതകവും കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ബാഷ്പവുമാണ്. ഇനി ശിലകളെ കുറിച്ചൊരു ഭാഗമുണ്ടല്ലോ. ആ ശിലകളെ കുറിച്ചുള്ള ഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ക്ലാസ് 8 ചാപ്റ്റർ 3 നിന്നാണ്. ആ ചാപ്റ്റർ 3 തന്നെ ഈ ഒരൊറ്റ പാരഗ്രാഫിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്? ആഗ്നേയ ശിലകൾ. എന്താ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ? 3 തരത്തിലുള്ള ശിലകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണവും പറയുന്നുണ്ട്. എന്താണ് ആഗ്നേയ ശിലകൾ? ഞാൻ വിശദമായി പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മുടെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാഠം തന്നെ നമ്മൾ കംപ്ലീറ്റ് യൂട്യൂബിൽ പഠിച്ചിട്ടുണ്ട്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ബയോളജിയിൽ നിന്ന്, ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പാഠമാണ്. ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം, മാഗ്മ, അത് ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഭൂവൽക്കം എന്താണെന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതിനനുസരിച്ച് നമ്മുടെ ഈ ക്ലാസ് കഴിയില്ല. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. അപ്പൊ ഈ പാരഗ്രാഫ് പഠിച്ചു പോയ ഒരാൾക്ക് അവിടെ ഉത്തരമായി. കാരണം അയാൾക്കറിയാം ഗ്രാനൈറ്റ് അവസാദ ശിലയല്ല, ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശിലയാണ്, ബസാൾട്ടും ആഗ്നേയ ശിലയാണ്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു. ഇതൊക്കെ PSCക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ? കാലാന്തരത്തിൽ ഈ ആഗ്നേയ ശിലകൾ ക്ഷയിച്ച് പൊടിയും. ഈ അവസാദങ്ങൾ, ഈ പൊടിഞ്ഞതിൻ്റെ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടും. പിന്നീട് അവ ഉരച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. നേരത്തെ ആഗ്നേയ ശിലകളിൽ നിന്നാണ് ഈ ശിലകളൊക്കെ രൂപപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ പ്രാഥമിക ശിലകൾ എന്ന് പറഞ്ഞു. ഈ ആഗ്നേയ ശിലകൾ കാലാന്തരത്തിൽ ക്ഷയിച്ച് അതിൻ്റെ അവസാദങ്ങൾ താഴെ അടിഞ്ഞ് പാളികളായി രൂപപ്പെടുന്നതാണല്ലോ അവസാദ ശിലകൾ. അങ്ങനെ പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട്
അവസാദ ശിലകൾക്ക് അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ അവസാദ ശിലകൾ അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് കായാന്തരിത ശിലകൾ. ഒറ്റ പാരഗ്രാഫിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതിനെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. മാർബിള് കായാന്തരിത ശിലയാണ്. ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയാണ്, പക്ഷെ മാർബിള് കായാന്തരിത ശിലയാണ്. സ്ലേറ്റ് എന്താണ്? കായാന്തരിത ശിലയാണ്. കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിലെ ശിലകളിൽ അധികവും കായാന്തരിത ശിലകളാണ്. മാർബിളൊന്നും ഇല്ല കേട്ടാ, പക്ഷേ കേരളത്തിൽ കാണപ്പെടുന്ന മറ്റെല്ലാ അധിക ശിലകളും കായാന്തരിത ശിലകളാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഗംഗാ നദി നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ദേവപ്രയാഗും ഭഗീരഥയും ചേർന്നിട്ടാണ് അളകനന്ദയും മറ്റേ ഭഗീരഥയും ചേർന്നിട്ടാണ് ദേവപ്രയാഗിൽ വെച്ച് ഗംഗയായിട്ട് പിന്നീട് എന്ന പേരിൽ ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ആൾ. അപ്പൊ നമ്മൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ കൃത്യമായ മൊഡ്യൂൾ ഉണ്ട്. 1 ഇയറിനാണ് 3500 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ. താല്പര്യമുള്ളവർക്ക് കോഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മെന്ററിംഗ് ഉണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള മെന്ററിംഗ് ആണ്, വെറുതെ പറയല്ല. കൃത്യമായി നിങ്ങളെ മെന്റർ ചെയ്ത് കൊണ്ടുപോകുന്ന, ഹാപ്പിയായി കൂളായി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം. ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളും കൂടി ഒരുങ്ങണം. 10th ലെവൽ എക്സാമുകളൊക്കെ നിങ്ങളുടെ കയ്യിലായിട്ടുണ്ടാവും പിന്നീട് എഴുതുന്നത്. പിന്നെ ഈ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രതികരണം. കഴിഞ്ഞ എനിക്ക് 120-130 ആളുകളാണ് അത് കണ്ടത്. വളരെ കുറച്ച് ആളുകളാണ് കണ്ടത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ അത് കാണുകയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, പലരും പറയേണ്ടത് നല്ല ക്ലാസ് ആണെന്ന്, പക്ഷെ നിങ്ങൾ നിരന്തരമായി നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ഇടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും അപ്പോൾ ഇതൊക്കെ ഫ്രീ ക്ലാസ് ആണ്. ഇതിൻ്റെയൊക്കെ എക്സാമുകൾ നമ്മുടെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. ഒന്ന് ക്ഷമിച്ചിരുന്നാൽ മതി. ഇതിൻ്റെയൊക്കെ PDF നോട്ടും അവിടെ തരും. ആ ടെലിഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ ലിങ്കുകൾ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.